ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഗ്രൈൻഡറിൽ അരിയൊക്കെ അരയ്ക്കാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് സ്റ്റൗ കത്തിച്ചു. നമ്മൾ എന്നിട്ടൊരു കുഞ്ഞൊരുളിയിൽ വെള്ളം എടുത്തു. അടുപ്പിൽ വെച്ചത് എന്തിനാണെന്നല്ലേ, സേമിയ ഉപ്പുമാവാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമുക്ക് ആ അടുപ്പിൽ വെള്ളത്തിലോട്ട് നമുക്ക് എന്തും ചെയ്യാം. കുറച്ച് ഉപ്പിട്ട വെള്ളമാണ് കേട്ടോ. അതിലോട്ട് നമുക്ക് ഈ ഒരു സേമിയ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സേമിയ നന്നായിട്ടൊന്ന് അതിൽ മുങ്ങുന്ന രീതിയിലാക്കി വെക്കാം. ഈ സേമിയ വെന്തതും തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതെടുത്ത് ഡ്രെയിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ. അങ്ങനെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഞാനിതിവിടെ ഒരു ഇതെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു പാൻ, അതിലൂടെ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ കടുകൊന്നും ചേർക്കത്തില്ല. ഈ ഒരു ഉപ്പുമാവിൽ കറിവേപ്പിലയും ചേർക്കത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ, ഓപ്ഷണലാണേ. പിന്നെ ഞാൻ സവോള ഇട്ട് കൊടുക്കും. പിന്നെ സവോള ഇട്ട് കൊടുത്ത് സവോള എന്ന് വഴരാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് ആരെയും കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരിച്ചിരി നമ്മൾ ക്യാരറ്റും ബീൻസും ആണ് എടുത്തിട്ടുള്ളത്. വേണമെന്നുള്ളവർക്ക് തക്കാളി, ക്യാബേജ് അങ്ങനെ എന്ത് വേണേലും ചേർക്കാം കേട്ടോ. വെജിറ്റബിൾസ് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് കഴിഞ്ഞു, എന്നാൽ ബീൻസും കൂടി എല്ലാം നല്ല നീളത്തിൽ നല്ല കുഞ്ഞായിട്ട് നല്ല കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്കും അത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒരു സൈഡിലോട്ട് ഞാനൊന്ന് ഒതുക്കുവാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് മുട്ട ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കണ ഇഷ്ടമല്ല. അപ്പോൾ ഞാനൊരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് നമ്മളൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കും. 2 മുട്ട പൊരിക്കാൻ ആവശ്യമുള്ള എണ്ണ. അതിലേക്ക് ഞാൻ 2 മുട്ട അങ്ങ് നമ്മൾ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും നമ്മൾ ഇതിലോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് എനിക്ക് മുട്ട തീരെ അരഞ്ഞു പോണതുപോലെ, തീരെ പൊരിപുരാന്ന് പോണ പോലെ ഇഷ്ടമല്ല. ഇച്ചിരി കട്ടിയായിട്ട് അവിടെ കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഒരിച്ചിരി വേഗം വിട്ടിട്ടാണ് നമ്മളിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിനി എന്ത് ചെയ്യാം, നല്ല രീതിക്കൊന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വെജിറ്റബിൾസും ഈ ഒരു മുട്ടയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത്, ഈ മുട്ട തീരെ വലിയ കഷ്ണങ്ങളാണെങ്കിൽ നമ്മളത് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഒരിച്ചിരി മുളക് പൊടി, നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തതാണ്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ തന്നെ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പീനട്ട് വറുത്ത് ചേർക്കാം, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് വറുത്ത് ചേർക്കാം, നിലക്കടലയില്ലല്ലോ, പൊരിക്കടല, ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ വേവിച്ച് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ വെർമിസെല്ലി സേമിയയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഈ ഒരു വീഡിയോയുടെ എൻഡിങ്ങിൽ നിങ്ങൾക്ക് കാണാം, ഇത് ഒട്ടും ഒരല്പം പോലും ഈ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു സേമിയ നമ്മളിങ്ങനെ വേവിച്ചിട്ട് പിന്നെ ഡ്രെയിൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് വീണ്ടും ആ സേമിയ പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഡ്രെയിൻ ചെയ്തെടുക്കും. അപ്പോൾ അതിൽ ആ ഒരു വിഴുവിഴുപ്പുണ്ടെങ്കിൽ മാറിക്കിട്ടും കേട്ടോ. അപ്പോഴത്തേക്കും എന്താണ്ട് ഇപ്പോൾ നോക്കിക്കോ, ഫുള്ളായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് മിക്സ് ചെയ്തു. ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട, ഈ കളർ മതി. ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള കളറ് കണ്ടോ. ഞാനിപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം എടുത്തിടുമ്പോൾ കണ്ടോ, ഒട്ടിയിട്ടില്ല, ഒരല്പം പോലും അത് ഒട്ടിയിട്ടില്ല. ഒരു അല്പം പോലും സ്റ്റിക്കിയല്ല, എണ്ണ കൂടുതലല്ല. എന്തായാലും വളരെ നല്ല രീതിയിലൊരു സേമിയ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്നല്ലേ, നമ്മൾ അടുപ്പിലൊരു കുഞ്ഞ് കലം വെച്ചു. അതിലോട്ട് ആരെ ഇട്ട് കൊടുക്കാൻ പോകണമെന്നറിയോ, ഒരിച്ചിരി ജീരകത്തിന് ഇട്ട് കൊടുക്കാൻ പോകണം. നമ്മൾ ഇച്ചിരി ജീരക വെള്ളം കാച്ചാനാണ് പോണത്. അപ്പോൾ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ജീരകം ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലോട്ട് വെള്ളം നിറയ്ക്കാം. അങ്ങനെ നമ്മുടെ പാത്രത്തിലോട്ട് ഞാൻ ഒരു മൊന്ത എടുത്ത് അതിൽ നിന്ന് വെള്ളം പിടിച്ചൊഴിക്കുന്നുണ്ട്. ഈ ജീരകം ഒന്ന് പൊട്ടി വരണം കേട്ടോ, തീരെ കരിയരുത്, ലൈറ്റായിട്ടൊന്ന് പൊട്ടി വരണം. അപ്പോഴാണ് ഈ വെള്ളം തിളച്ചിരുമ്പോൾ നല്ല മഞ്ഞ കളർ കിട്ടും. ഇനി ഇതിലോട്ട് ഞാൻ ഈ വെള്ളത്തിലോട്ട് തന്നെ 2 തുളസിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതാണ് ഹെൽത്തിന്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ എൻ്റെ ചായ, തുളസിയിലയാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായക്ക് നമ്മൾ കട്ടൻ ചായയുടെ തേയിലപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്, കട്ടൻ ചായ ആക്കാൻ വേണ്ടിയിട്ട്. ഏലക്ക ഞാൻ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ചേർക്കത്തില്ല. ഇതിലോട്ട് തുളസിയില ഇട്ട് കൊടുക്കും. ഞാൻ ഈ ചായ ഉണ്ടാക്കുമ്പോഴും തുളസിയില ഇട്ട് കൊടുക്കും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ടീത്തൂള്, അതായത് ചായപ്പൊടി നന്നായിട്ട് ഇങ്ങനെ തിളച്ച് അതിന് ശേഷം പാലൊഴിച്ച് കൊടുക്കും. അപ്പോൾ പാലും കൂടി, ഞാൻ പാക്കറ്റ് പാലാണ് കേട്ടോ, ഇതുവരെയ്ക്കും നമുക്ക് പശുവും പാല് കിട്ടിയിട്ടില്ല. അപ്പോൾ പാക്കറ്റ് പാലും ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അത് തിളച്ചു. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരെ സൈനിങ് ഓഫ്.